വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. യേശു തമ്പുരാൻ ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോടും അരുളി ചെയ്തു, നിയമജ്ഞരും ഫരീസേയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വച്ച് കെട്ടുന്നു. സഹായിക്കാൻ ചെറുവിരൽ പോലും അനക്കുവാൻ തയ്യാറാകുന്നില്ല. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു. റബി എന്ന് സംബോധന ചെയ്യപ്പെടുവാനും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ റബി എന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ. നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവ് എന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. നിങ്ങൾ നേതാക്കന്മാർ എന്നും വിളിക്കപ്പെടരുത്. എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ശ്ലീബ പെരുന്നാളിന് ശേഷമുള്ള 5-ാമത്തെ ഞായറാഴ്ച ഇവിടെ ചിന്തയ്ക്ക് സഭ നമുക്ക് നൽകിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ്. നമുക്കറിയാം, യേശു തമ്പുരാൻ അനേക സന്ദർഭങ്ങളിൽ ഫരീസയരെയും നിയമജ്ഞരെയും കുറ്റപ്പെടുത്തുന്നതായിട്ടും അവർക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം അവര് അല്പം പോലും ആത്മാർത്ഥതയില്ലാത്തവരാണ്, കാപട്യമുള്ളവരാണ്. എന്നാൽ കർത്താവ് ഇവിടെ വളരെ കൃത്യമായി പറയുകയാണ്, ഈ നിയമജ്ഞരും ഫരീസയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. റോമാക്കാരുടെ പൗലോസ്ലീഹ പറയുന്ന പോലെ എല്ലാ അധികാരവും ദൈവത്തിൽ നിന്നുള്ളതാണ്. അത് ദൈവിക അധികാരമായാലും മാനുഷിക അധികാരങ്ങളായാലും ദൈവം കൊടുക്കാത്തതായി ഒരധികാരവും ഈ ലോകത്തിൽ ഇല്ല. നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടില്ല. നമുക്ക് ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും അപ്പനായി അമ്മയായി ലഭിക്കുന്നത് ദൈവം നിശ്ചയിച്ച് നമുക്ക് നൽകുന്നതാണ്. കലാകാലങ്ങളിൽ നമ്മുടെ രാഷ്ട്രം ഭരിക്കുവാനായി പ്രധാനമന്ത്രിമാരെയും പ്രസിഡന്റുമാരെയും നമുക്ക് ലഭിക്കുന്നു. അത് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായിരിക്കാം. നമ്മുടെ കൊച്ചു കേരളത്തിന് നമുക്കതുപോലെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ലഭിക്കുന്നു. വചനം പറയുന്നത് ഇതെല്ലാം ദൈവനിയോഗങ്ങളാണ്. സഭയിൽ മെത്രാന്മാരെ അഭിഷേകം ചെയ്യുന്നു. അതും ദൈവത്തിൻ്റെ അഭിഷേകമാണ്. മനുഷ്യരിൽ ആരും അഭിഷേകം ചെയ്യപ്പെടുന്നില്ല. അഹ്റോനെ പോലെ വിളിക്കപ്പെട്ടവർക്കല്ലാതെ ആർക്കും ഇത് സ്വീകരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ കൃത്യമായി മത്തായി ശ്ലീഹ പറയുന്നത്, അവർ മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അവർ പറയുന്നതെല്ലാം നിങ്ങൾ അനുസരിക്കണം. അധികാരികളെ അനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം അവർ അധികാരമുള്ളവരാണ്, അവർ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ്. കാലാകാലങ്ങളിൽ ദൈവം തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അധികാര ശ്രേണിയിലേക്ക് കൊണ്ടുവരും. ഇസ്രായേൽ ജനം രാജാക്കന്മാരെ ആവശ്യപ്പെട്ടപ്പോൾ ദൈവം ബെഞ്ചമിൻ്റെ ഗോത്രത്തിൽ നിന്നും സൗളിനെ അവർക്ക് രാജാവായി കൊടുത്തു. സൗൾ ദൈവത്തിന് അപ്രിയനായി തീർന്നപ്പോൾ അവന് ദൈവഹൃദയത്തിനിണങ്ങിയവനായ ദാവീദിനെ, അവൻ പ്രായം കുറഞ്ഞവനായിരുന്നിട്ട് പോലും അവനെ അവർക്ക് രാജാവായിട്ട് കൊടുക്കുന്നു. ദാവീദിന്റെ രാജ്യത്വം അവസാനിച്ചപ്പോൾ വലിയ കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായെങ്കിലും ദൈവം സോളമനെ അവർക്ക് രാജാവായി കൊടുക്കുന്നു. ഇതുപോലെയാണ് എല്ലാ ഭൗതിക അധികാരങ്ങളും എല്ലാ ആത്മീയ അധികാരങ്ങളും ദൈവത്തിൽ നിന്നും മാത്രമുള്ളതാണ്. കാലാകാലങ്ങളിൽ ലഭിക്കുന്ന അധികാരികളെ അനുസരിക്കുവാനുള്ള വലിയ ബാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ട്. അത് കാരണം ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ്. കർത്താവ് പറയാണ്, അതെല്ലാം പറയുന്നില്ല അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും, എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട് രാജാക്കന്മാരോ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട്
സഭാധികാരികളും എല്ലാം നീതിമാന്മാരായിരിക്കണം, പുണ്യവാന്മാരായിരിക്കണം, വിശുദ്ധരായിരിക്കണം നിർബന്ധങ്ങളൊന്നുമില്ല. പഴയ നിയമത്തിലെ രാജാക്കന്മാരിൽ വളരെ 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 ചുരുക്കം രാജാക്കന്മാരെ ഉണ്ടായിരുന്നുള്ളൂ നന്മയുള്ളവരായിട്ടും നീതിയുള്ളവരായിട്ടും. ബാക്കി എല്ലാവരും ദൈവത്തിൻ്റെ നിഷേധികളായിരുന്നു, അന്യദൈവങ്ങളെ ആരാധിച്ചവരായിരുന്നു, അവർ ദൈവത്തിന് നിഷിദ്ധമായി ജീവിച്ചവരായിരുന്നു. അധികാരങ്ങൾ ദൈവത്തിൽ നിന്നാണെങ്കിലും അവർ മനുഷ്യരായതുകൊണ്ട് അവർക്ക് അവരുടെ രീതിയിൽ അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിക്കുവാൻ അവകാശമുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, അവർ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം, പക്ഷെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ അനുകരിക്കരുത്. കാരണം പറയുന്നുണ്ട്, അവർ പറയുന്നു പക്ഷെ പ്രവർത്തിക്കുന്നില്ല. അവരുടെ പറച്ചിലും പ്രവൃത്തിയും രണ്ടും രണ്ട് വശത്താണ്. യാതൊരു ബന്ധവുമില്ലാത്ത ജീവിതമാണ് അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുന്നത്. ഇതിനുള്ള കുറേ കാരണങ്ങൾ, നിങ്ങൾ ഇവരെ അനുസരിക്കണം പക്ഷേ ഇവരെ അനുകരിക്കരുതെന്ന് പറയാനുള്ള കുറെ കാരണങ്ങളാണ് മത്തായി ശ്ലീഹ അടുത്ത് പറയുന്നത്. അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമൽ വെച്ചു കൊടുക്കുന്നു, സഹായിക്കാൻ ചെറിയ വിരൽ പോലും അനക്കാൻ അവർ തയ്യാറാകുന്നില്ല. അവർ നിയമത്തിന് നൂലമാലകളിൽ പിടിച്ച് അവരുടേതായ അധികാരങ്ങൾ ഉപയോഗിച്ച് പാവങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ് അവരുടെ പ്രധാന ജോലി. ഏതെല്ലാം ഭാരങ്ങൾ ചുമലുകൾ വെച്ചു കൊടുക്കാം അതെല്ലാം വെച്ചു കൊടുക്കും. ചെറുവിരൽ പോലും അനക്കി അവരെ സഹായിക്കാൻ അവർ തയ്യാറാകുന്നില്ല. അവരുടെ മെയിൻ ലക്ഷ്യം മറ്റുള്ളവർ കാണുക എന്നുള്ളതാണ്. അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും മനുഷ്യരിൽ നിന്നവർക്ക് അഭിമാനം വേണം, അഭിനന്ദനം വേണം, അനുമോദനം വേണം. മനുഷ്യരുടെ മുമ്പിൽ പ്രിയങ്കരരായിട്ട് ജീവിക്കണം, മനുഷ്യരുടെ മുമ്പിൽ അംഗീകാരങ്ങൾ വേണം, മനുഷ്യരുടെ മുമ്പിൽ അവർക്ക് എല്ലാവിധമായ സ്ഥാനമാനങ്ങളും വേണം. അത് ദൈവഹിതമാണോ എന്ന് ചിന്തിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, അവർ തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും വസ്ത്രങ്ങളുടെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. എത്രമാത്രം അടയാഭരണങ്ങൾ ഉപയോഗിക്കാമോ, എത്രമാത്രം ആഡംബരമായിട്ട് ജീവിക്കാമോ, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുവാൻ വേണ്ടി എന്തുമാത്രം കേമത്രം കാണിക്കാമോ അതെല്ലാം അവർ കാണിക്കും. കാരണം അവർക്ക് അധികാരമുണ്ട്. ആ അധികാരത്തിനൊത്ത് അവരവരുടെ ജീവിതക്രമങ്ങളെ ക്രമീകരിക്കും. നമുക്കറിയാം, ഇന്ന് നമ്മുടെ അധികാരികൾ എന്താ ചെയ്യുന്നത്? അവർക്കൊരു വാഹനത്തിൽ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അവിടെ മുൻപിലും പിൻപിലുമായി 8ഉം 10ഉം വാഹനങ്ങൾ എസ്കോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അവർ ജനത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാ, ദൈവജനത്തോട് തിരഞ്ഞെടുക്കപ്പെട്ടവരാ, ജനപ്രതിനിധികളാ. അവരെന്തിനാ ജനത്തെ ഭയപ്പെടുന്നത്? അങ്ങനെ ജനത്തെ ഭയപ്പെടുവാണെങ്കിൽ അവർ ഭരണകർത്താക്കളാകുന്നത് എങ്ങനെയാ? അത് തന്നെയാണ് സഭാ നേതൃത്വത്തിൽ നിന്നും കാണാൻ സാധിക്കും. ഏറ്റവും വില കൂടിയ കാറുകൾ, മുന്തിയ കാറുകൾ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നു. എല്ലാ സുഖങ്ങളോടും സൗകര്യങ്ങളോടും കൂടി വലിയ വലിയ അരമനകളിൽ അവർക്ക് അധിവസിക്കാൻ സാധിക്കുന്നു. അവരവരുടെ സുഖ സൗകര്യങ്ങൾ, അവരുടെ മഹത്വങ്ങൾ മാത്രം അവർ അന്വേഷിക്കുന്നു. പിന്നീട് പറഞ്ഞിരിക്കുകയാണ്, വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു. 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വിരുന്ന് സ്ഥലങ്ങളിൽ പ്രമുഖ സ്ഥാനം, സിനഗോഗുകളിൽ പ്രധാന പീഠം, നഗരവീഥികളിൽ അഭിവാദനം. എല്ലാവരും മുന്തിയവർ നമ്മളാണ്. നമുക്കെല്ലാം രാജ്യവും ശക്തിയും മഹത്വവും നമുക്ക് വേണം. എല്ലാവരും നമ്മളെ അഭിനന്ദിക്കണം, എല്ലാവരുടെയും പ്രണനം നമുക്ക് വേണം. അതാണ് ഈ ഫരീസന്മാരുടെ നിയമജരുടെ പ്രത്യേകത. ഇതാണ് അധികാരികളുടെ പ്രത്യേകത. നാം ഓർക്കണം, അവർ ദൈവത്തിനല്ല മഹത്വം കൊടുക്കുന്നത്, തങ്ങൾക്ക് മഹത്വം കൊടുക്കുവാൻ വേണ്ടി അവരെന്തും ചെയ്യുവാനായിട്ട് തയ്യാറാകുന്നു. അപ്പോൾ കർത്താവ് പറയുകയാണ്, നീ ഈ ഫരീസരെയും അനുസരിക്കണം, കാരണം അവർ മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു. എന്നാൽ അവരെ അനുകരിക്കരുത്. അവർ ചെയ്യുന്ന ഒരുപാട് പ്രക്രിയകളുണ്ട്, അതൊന്നും അനുകരിക്കരുതെന്നാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായി കർത്താവ് പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളാണ്. ആരെയും റബി എന്ന് വിളിക്കരുത്, ആരെയും പിതാവേ എന്ന് വിളിക്കരുത്, ആരെയും നേതാവെന്ന് വിളിക്കരുത്. നിങ്ങൾക്കൊരു ഗുരുവേ ഉള്ളൂ, നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, നിങ്ങൾക്കൊരു നേതാവേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒന്നാണ് ഈ ഒരു തിരുവചനം. നമുക്ക് ഒരു പിതാവേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ അപ്പനും അമ്മയും വിളിക്കുന്ന പിതാവെ എന്നല്ലേ വിളിക്കുന്നത്.
സഭയുടെ പിതാക്കന്മാരെ പിതാവെന്നാണ് വിളിക്കുന്നത്. ആ അർത്ഥത്തിലല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. ആത്യന്തികമായി നമുക്ക് ഒരു പിതാവേ ഉള്ള പിതാവിനെ നമുക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കും. അവനാണ് നമ്മുടെ നേതാവ്, അവനാണ് നമ്മുടെ ഓരോരുത്തരുടെയും അധികാരി. അവരെ അനുകരിക്കുവാൻ, അവരെ അനുധാപനം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യേകത. അതിന് കർത്താവ് കാരണം പറയുകയാണ്, നിങ്ങൾ ഏറ്റവും വലിയവൻ ശുശ്രൂഷനായിരിക്കണം. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. കർത്താവ് തൻ്റെ എല്ലാ അധികാരത്തിൽ നിന്നും ആവശ്യപ്പെടുന്ന ഒന്നാണ്, ഒന്നാമനാകുവാൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകണം. യോഹന്നാൻ 13 എടുത്ത് വായിച്ചാൽ ലോകത്തിൽ ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അധികാരിയുടെ ഏറ്റവും വലിയ പ്രവൃത്തി കാണാൻ സാധിക്കും. തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തുന്ന, തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന, ആ പാദങ്ങളിൽ ചുംബിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ക്രിസ്തുവിന്റെ ഭാവനയിലുള്ള നേതാവ്, അതാണ് ക്രിസ്തുവിന്റെ ഭാവനയിലുള്ള രാജാവ്, അതാണ് ക്രിസ്തുവിന്റെ ഭാവനയിലുള്ള എല്ലാ അധികാരവും. അധികാരം ശുശ്രൂഷയാണ്. കർത്താവ് പറയാൻ ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കാനാണ്, ശുശ്രൂഷിക്കപ്പെടാനല്ല. സഭാധികാരികളിൽ ഏറ്റവും സമുന്നതനാണ് മാർപ്പാപ്പ തിരുമനസ്സുകൊണ്ട് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് ശുശ്രൂഷകളുടെ ശുശ്രൂഷ എന്നാണ്. ദ സെർവന്റ് ഓഫ് സെർവൻസ്, സെർവന്റ് ഓഫ് സെർവൻസ്, ശുശ്രൂഷികളുടെ ശുശ്രൂഷ, എല്ലാവരെയും ശുശ്രൂഷിക്കുന്നവനാണവൻ. അതാണ് ഏറ്റവും വലിയ മഹത്വം. കർത്താവ് തൻ്റെ ആരാധകരിൽ നിന്ന് ആവശ്യപ്പെടുന്നത് തന്നെയാണ്. പ്രിയ സഹോദരങ്ങളെയും, ഈ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു അധികാരത്തിൽപ്പെട്ടവരാണ്. ഒരു ഭവനം എടുത്താൽ അപ്പനൊരു അധികാരിയാണ്, അമ്മയൊരു അധികാരിയാണ്, ജ്യേഷ്ഠന്മാരുടെ അധികാരികളാണ്, ജ്യേഷ്ഠത്തിമാരുടെ അധികാരികളാണ്. നമ്മളെല്ലാവരും അധികാരത്തിന് കീഴ്പ്പെട്ടവരാണ്. അപ്പൻ്റെ അധികാരത്തിന്റെ കീഴിൽ അമ്മയും മക്കളും വരുന്നു, അമ്മയുടെ അധികാരത്തിന്റെ കീഴിൽ മക്കൾ വരുന്നു, മുതിർന്നവരുടെ അധികാരത്തിന്റെ കീഴിൽ ഇളയവർ വരുന്നു. പക്ഷേ ഓരോരുത്തരും ചിന്തിക്കണം, എൻ്റെ അധികാരം ഒരു ശുശ്രൂഷയാണ്. അപ്പൻ ജീവിക്കുന്നത് അമ്മയ്ക്കും മക്കൾക്കും വേണ്ടിയാണ്, അമ്മ ജീവിക്കുന്നത് ഭർത്താവിനും മക്കൾക്കും വേണ്ടിയാണ്. അവർ തങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ശുശ്രൂഷയാക്കി തീർക്കുമ്പോൾ അവരുടെ ജീവിതം ധന്യമാകും, മറ്റുള്ളവർക്ക് അത് പ്രയോജനപ്രദമായി തീരും. ഒരു സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ഒരു ശുശ്രൂഷകരാണ്, അധ്യാപകർ ശുശ്രൂഷകരാണ്. അല്ലാതെ അവിടെ തൂപ്പിന്റെ ജോലി ചെയ്യുന്ന ആൾ മാത്രമല്ല ശുശ്രൂഷകര്, മണിയടിക്കുന്ന ആൾ മാത്രമല്ല ശുശ്രൂഷകര്, പ്യൂണുമരം മാത്രമല്ല ശുശ്രൂഷകര്. പ്രധാന അധ്യാപകൻ ഒരു ശുശ്രൂഷകനാണ്. ആ സ്കൂളിലെ ഏറ്റവും വലിയ ശുശ്രൂഷകൻ പ്രധാനാധ്യാപകനാണ്. നമ്മുടെ പ്രധാനമന്ത്രി ഒരു ശുശ്രൂഷകനാണ്. ഈ രാജ്യത്തെ മുഴുവനും ശുശ്രൂഷിക്കുന്ന, സേവിക്കുന്ന ഏറ്റവും വലിയ സേവകനാണ് പ്രധാനമന്ത്രി. എല്ലാ മന്ത്രിമാരും അങ്ങനെയാണ്. അവർക്ക് ഓരോ പ്രത്യേകമായ നിയോഗങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നിയോഗത്തിൽ കൂടി ജനത്തെ ശുശ്രൂഷിക്കുക. ഇത് തന്നെയാണ് ഓരോ കൊച്ചു സ്റ്റേറ്റിലും മുഖ്യമന്ത്രി ഈ സ്റ്റേറ്റിന്റെ എല്ലാ ജനങ്ങളുടെയും ശുശ്രൂഷകനാണ്. അങ്ങനെയൊന്ന് നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ഈ സമൂഹം എത്ര മനോഹരമാകും. ഒരു ആശുപത്രിയിൽ ചെന്നാൽ ഡോക്ടേഴ്സ് അവരവിടുത്തെ അധികാരികളല്ല, അവരുടുത്തെ ശുശ്രൂഷകരാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും കാണുന്നത് അവിടുത്തെ ശുശ്രൂഷകരായിട്ട് ആരെയാണ് കാണുന്നത്? തൂപ്പുജോലി എന്നവരെയും അല്ലെ അതുപോലെയുള്ള മീനിൽ വേലി എന്നവരെയുമാണ്. നമ്മളെല്ലാവരും ശുശ്രൂഷകരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകാമെങ്കിൽ നമുക്കെല്ലാവർക്കും എല്ലാം ശുഭമാക്കി തീർക്കാൻ സാധിക്കും. ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ശരീരമാണ്. ശരീരത്തിൽ എന്തുമാത്രം അവയവങ്ങളുണ്ട്. തലയിൽ കണ്ണുണ്ട്, മൂക്കുണ്ട്, വായുണ്ട്, പല്ലുണ്ട്, കാതുണ്ട്, അല്ലേ? ഇങ്ങനെ ഒരുപാട് അവയവങ്ങൾ. ശരീരം, കൈകള്, കാലുകള്, ആന്തരിക അവയവങ്ങള്, ഹൃദയം, തലച്ചോറ്. ഇതിലേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം? ഒരു മനുഷ്യന്റെ ഏറ്റവും അധികാരപ്പെട്ട അവയവം ഏതാണ്? ഇതെല്ലാം പരസ്പരം ബന്ധിതമായി എല്ലാം ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ശരീരം പോലെ തന്നെയാണ് ഒരു ഭവനം, നമ്മുടെ ശരീരം പോലെ തന്നെയാണ് ഒരു സ്കൂള്, നമ്മുടെ ശരീരം പോലെ തന്നെയാണ് ഒരു ആശുപത്രി,
നമ്മുടെ ശരീരം പോലെ തന്നെയാണ് ഒരു സ്റ്റേറ്റ്, നമ്മുടെ ശരീരം പോലെ തന്നെയാണ് ഒരു രാജ്യം, നമ്മുടെ ശരീരം പോലെ തന്നെയാണ് ഒരു ലോകം. എല്ലാവരും പരസ്പരം ബന്ധിതരാണ്. എല്ലാവർക്കും ഒരു സ്ഥാനമുണ്ട്, എല്ലാവർക്കും ഒരു വേലയുണ്ട്. അവരവരവരുടെ സ്ഥാനത്തിരുന്ന് അവരവരുടെ വേലകൾ ഭംഗിയായി ചെയ്യാമെങ്കിൽ ശരീരം എത്ര സ്വസ്ഥമായിരിക്കുന്നു, അതുപോലെ സ്കൂളായാലും കോളേജായാലും ആശുപത്രി ആയാലും സ്റ്റേറ്റ് ആയാലും രാജ്യമായാലും എല്ലായിടത്തും സന്തോഷവും സമാധാനവും ഉണ്ടാകും. എല്ലാ ജോലിയും പ്രധാനപ്പെട്ടതാണ്, എല്ലാവരും പ്രധാനപ്പെട്ടതാണ്. ആരും ആരേക്കാൾ വലുതോ ആരും ആരേക്കാൾ ചെറുതുമല്ല. ആരും മറ്റുള്ളവർക്ക് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവരല്ല. അതിനാൽ പ്രിയ സഹോദരങ്ങളെയും നിയമജ്ഞരെ പോലെ ഫരീസരെ പോലെ കാപട്യമുള്ളവരാകാതെ, പരസ്പരം വഞ്ചിക്കുന്നവരാകാതെ, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരാകാതെ, കപടതയോടെ ജീവിക്കാതെ, നൈർമല്യത്തോടെ ദൈവം തന്ന ജീവിതം ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതായി, മറ്റുള്ളവർക്ക് നന്മയുള്ളവരായി, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഇതിനുള്ള എല്ലാ കൃപയാനുഗ്രഹവും തന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും അമ്മയായ പരിശുദ്ധ ദൈവമാതാവും നമ്മളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.